എടി അതിന് നല്ല കല്ലെടുത്താൽ മതിയായിരുന്നു. ഇത്തിരി വലിയ കല്ലുകളെ. മക്കള് ഇവിടത്തെ മണ്ണൊക്കെ മാന്തിയിട്ട് കളിച്ചിട്ടേ അവളിപ്പോൾ കഴിക്കോട്ട്. വലുതല്ലേ. ഈ മണ്ണൊക്കെ അങ്ങോട്ട് ആക്കിയിട്ട് ഇപ്പോൾ കോട്ടുകൊണ്ട് അങ്ങോട്ട് കോരിയിട്ട് അപ്പോൾ ഇതിനൊക്കെ കല്ല് വെച്ചിക്കുക. നനച്ചു കൊടുത്തു എന്നിട്ട് ഇതിനെ അല്ലേ. വലിയ കല്ല് ഓരോന്ന് കൊണ്ടുവന്ന് വെക്കാം. ഇനിയിപ്പോൾ സമയമല്ലേ, പിന്നെ ഉച്ച കഴിയട്ടെ കേട്ടോ. എന്താ അറിയോ, ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കണ്ടേ. ആ ഇനി അതേനെ അടിച്ചു വാരിയിട്ട് ദേനെ അടിച്ചു വാരി കൊണ്ടുപോയിട്ട് അങ്ങനെ കൂട്ടാം. നല്ല വെയിലും വന്നു. ഇനി പിന്നെ മക്കളുണ്ട് അതിൻ്റെ ഉള്ളിൽ. കുട്ടികൾ ഈ മണ്ണിൽ കളിച്ചിട്ട് പൊടിയിൽ കളിച്ചിട്ട് കുഞ്ഞാറ്റയ്ക്കൊക്കെ ചൊറിഞ്ഞിട്ട് രാത്രി ഇന്നലെ ഒരു കണ്ണിൻ്റെ പൊള്ള അടച്ചിട്ടില്ല. കാലിക്കൂടെയൊക്കെ തുരുതുരാനും ഉണൽ പൊട്ടിയിട്ടേ. അപ്പം അമ്മ പറയണേ ചാണകം കിട്ടാനുണ്ടെങ്കിൽ ചാണകം അങ്ങനെ തെളിച്ചാൽ മതി പറയുകയാണേ. അതായത് ഇങ്ങനെ കലക്കി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണ്ണിന് ഒതുക്കം കിട്ടും. ഇത് ഈ പൊടി പാറിയിട്ടും പൂഴി ഭയങ്കര ഇത്. അത് കൂടെയൊക്കെ കൊണ്ടുപോയിട്ട് സിറ്റൗട്ട് കൂടെയൊക്കെ കൊണ്ടുപോയിട്ട് മണ്ണിട്ടിട്ട് മക്കളെ അപ്പം അതൊക്കെ അടിച്ച് കഴുകായിരുന്നു അമ്മ. ഇവള് എന്നിട്ട് ഇവിടെയൊക്കെ മണ്ണൊക്കെ അങ്ങോട്ട് കോട്ടുകൊണ്ട് അങ്ങോട്ട് മാടി ആക്കിയിട്ട് ഇപ്പം എന്നിട്ട് വെള്ളമൊക്കെ അടിച്ചിട്ട് ഇതിനെ കല്ല് വെക്കുക. ആ മണ്ണ് ഇങ്ങോട്ട് വരുന്നതിന് മക്കൾ മുറ്റത്തേക്ക് ഇറങ്ങിയ ഈ മണ്ണിലേക്കാണ് വരുന്നതേ. ഇനി കറി വെക്കാനുണ്ട് അല്ലേ. ഞാൻ കുറച്ച് പയർ പൊട്ടിച്ചു. അതപ്പം തുറക്കാം. വേറെ രണ്ടാളെ അവിടെ ആക്കിയിട്ടുണ്ട് അകത്തേക്ക്. വെള്ളം തിളപ്പിക്കാനായില്ല. ഇന്ന് തിളപ്പിക്കാൻ വെച്ച കുടിവെള്ളേ അതിന് അങ്ങനെ കഴുകിക്കൊണ്ടച്ച് ഞാൻ അതിനായിരുന്നു വെച്ചായിരുന്നത്. കുടിവെള്ളം അതിവിടെ കൊണ്ടുവന്നിട്ട് ഇതിൽ കറണ്ട് അടുപ്പിൽ തന്നെ വെച്ചളാ. കറണ്ട് അടുപ്പിൽ തന്നെ വെച്ചാൽ മതി. ചോറൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. അരി അടുപ്പത്തിട്ടുന്നു. അതെന്താ അമ്മ ചായ വെച്ചതാണത്. ഉണ്ടോ ചായ ഉണ്ടോ അതിൽ? ഇല്ല, ഉള്ളി ഉണ്ട്. കുമ്പളങ്ങ ഉണ്ട് കേട്ടോ. ഇത് നന്നാക്കണം. പിന്നെ കുറച്ച് ചേനുണ്ട്. മീൻ ഇതാ മേടിച്ച് വെച്ചു. അത് അടുപ്പത്ത് വെച്ചിട്ട് തൊഴടാ. ഇനി മീന് കൈ കൂടെയൊക്കെ ആവും ഇനി. അല്ലെങ്കിൽ എന്താണാവോ അല്ലേ മീനിന്റെ പേര്? കാണാനൊക്കെ നല്ല വൃത്തി, നല്ല ചന്തള്ള മീനില്ലേ. ആകെ ഒരു മഞ്ചുമിഠായി ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിച്ച് രണ്ടാൾക്കും ഓരോ പൊട്ട് കൊടുത്തു. കുഞ്ഞാറ്റയുടെ വേഗം കഴിച്ചു. എന്നിട്ട് ഇനി വേണം പറഞ്ഞ് കരയ്യ. പിന്നെ ചെയ്യ. ആകെ ഒരു മഞ്ചുമിഠായി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് പൊട്ടിച്ച് പകുതി പകുതി കൊടുത്തു. ഇനിയിപ്പോ വേണം പറഞ്ഞിട്ട് കരയ്യ. ഉള്ളി നന്നാക്കിയിട്ടില്ല, നന്നാക്കണം. ഉള്ളി അമ്മയോട് ചോദിച്ചോക്കെ അതിലുണ്ടോന്ന്. ഞാൻ എന്നാലും ഒരു കവറിൽ കൊണ്ടുവന്നത് കഴിഞ്ഞാണ് അവ. പയറ് കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഓരോ പൊട്ടൊക്കെ നുള്ളിയിട്ടിട്ട് പേരിക്കാണെങ്കിൽ എണ്ണ അടുപ്പത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ പെറുക്കി ഒപ്പമാക്കി വെക്കുകയാണേ. കളയാൻ പറ്റില്ലല്ലോ. കുട്ടികൾ പൊട്ടിച്ചിട്ട് ഒക്കെ വലിയ വലിയ കഷ്ടങ്ങളാക്കിയിരുന്നു. ഈ ആവശ്യത്തിന് കത്തുകയില്ല കേട്ടോ. മീൻ വറുക്കാൻ പകുതി ഇതിന് വറുത്തു ഒരു ട്രിപ്പ്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഗ്യാസിൽ കൊണ്ടു വെച്ചിട്ട് ഈ ഏട്ടൻ കഴിക്കാൻ വരികയാണെങ്കിലേ നേരം വഴി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മറക്കും നമുക്ക്. കറിവേപ്പില പൊട്ടിച്ച് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പകുതിയൊക്കെ എടുത്തു കേട്ടോ. നമ്മുടെ അവിടെ ഉണ്ടാക്കിയത് തന്നെയാണെങ്കിലും ശരി, നമ്മുടെ അവിടെ ഉണ്ടാക്കിയത് പെട്ടെന്ന് വാടും. കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇരിക്കും. ഇപ്പം രാവിലെ പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ കറിവേപ്പില. അത് ഒക്കെ വാടി തുടങ്ങിയിരുന്നു. ഇന്ന് വറ്റൽമുളക് ഇട്ടിട്ടാട്ടോ ഉപ്പേരി ഉണ്ടാക്കണത്. പച്ചമുളക് കഴിഞ്ഞു. ഇന്ന് മോര് കൂട്ടാൻ വെച്ചോണ്ടേ പച്ചമുളകൊക്കെ അരിക്കിട്ടു. കുറച്ച് അരിമുളക് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ.
അരിമുളക് പൊടിച്ച് വെച്ചതാട്ടോ. അരി കുറച്ചിട്ടുള്ളൂ, നല്ല എരിവായാലും പേടിച്ചിട്ട്. ഞാൻ ഉലുവ പൊടിച്ചിട്ടാ, ഉലുവ കുറച്ച് പൊടിച്ച്, ഞാൻ പൊടിച്ച് വെക്കാറില്ല, അപ്പൊ പൊടിച്ചിട്ട് ഇടാറാട്ടോ. അപ്പൊ അതിന്റെ കൂടത്തിൽ അരിമുളക് ഉണ്ടായിരുന്നു, ഉണക്ക അരിമുളക്, അതും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീ ആവശ്യത്തിന് കത്തുകയല്ലേ, ഞാൻ കൊറേ നേരമായി കത്തിക്കുന്നു. തീയോ കത്തി പിടിച്ചാൽ അധികവും ചെയ്യും. ഇപ്പൊ ഇവിടേക്ക് ഒന്ന് തുടയ്ക്കണം. ഈ കുട്ടികൾ എന്താന്ന് അറിയില്ല, നമ്മൾ എവിടെ സാധനങ്ങൾ ഒതുക്കി വെച്ചാലും ശരി, ഇവരില്ലേ അത് എങ്ങനെ ഇവരുടെ കണ്ണില് ഇവർക്ക് കിട്ടണെന്ന് എനിക്കറിയില്ല. നേരത്തെ ഇപ്പൊ അനിയത്തി അലക്കാൻ പോയിട്ടോ, കുഞ്ഞിനെ അലക്കാൻ പോയി. എന്താണ് അമ്മ അപ്പോഴത്തേനും അവിടെ കുറച്ച് മണ്ണ് കൂട്ടി ഇടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴത്തേനും ചെറിയ ആൾ ഇവിടെ കുഞ്ഞിന് കുറച്ച് തലയിൽ ഒഴിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളം, പഴങ്കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിൽ രണ്ടാളും കളിച്ചിട്ട് എപ്പോഴും ഞാൻ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അടുക്കളയിൽ. എപ്പോഴാണെന്നറിയില്ല ആ കപ്പത്തെ വെള്ളം, വലിയൊരു 1.5 ലിറ്ററിന്റെ കപ്പത്തെ വെള്ളം അങ്ങനെ കൊണ്ടുപോയിട്ട് ആ റൂമിൽ കിടക്ക് ഒഴിച്ചിക്കണു. ഒരു വലിയ ബക്കറ്റ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ബക്കറ്റ്, കുഞ്ഞാറ്റയുടെ തുണികളൊക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ. അതിന്റെ മേലെ ഒഴിച്ച് ബാക്കിയുള്ള വെള്ളമൊക്കെ തറയിൽ കിട പോയിക്കണം, റൂമിൽ കൂടെ മൊത്തം. കുഞ്ഞാറ്റ ബഹളം വയ്ക്കൽ കേട്ടിട്ട് കരയിന് കേട്ടിട്ടാണ് ഞാൻ പോയി നോക്കി. വെള്ളം ഒഴിച്ചിട്ട് അവളൊരു മുക്കിക്ക് ആ ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ തള്ളിയാക്കിന് കുഞ്ഞാവ. മക്കളൊരു പണി എടുക്കണവർക്ക് നമുക്ക് സ്വൈരുണ്ടാവില്ല കേട്ടോ. പയറുപ്പേരും കൂടി ആയ എല്ലാം ആയി. മീനതവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താവോ എന്തോ. അമ്മ ആ മീനൊന്ന് എടുത്തിടും അമ്മ, അത് കരിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ ഒന്ന് നോക്കുവോ? ഒരു വരയട്ടെ. ഇനിയിപ്പോ ഒക്കെ പേനയും കൂടെ അങ്ങ് പേന എത്ര കിട്ടിയിരിക്കണം കേട്ടോ, എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. ഇനിയിപ്പോ അത് മൊത്തം പിന്നെ ഇനി കാണാതെ വെച്ചോടുന്ന എങ്ങനെ കിട്ടണത് ചെറിയോളോ. ഇനിയിപ്പൊ മേത്ത് കൂടെ ഒക്കെ വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടാവും. എവിടെ വെച്ചാൽ ഇവരെ കണ്ണെത്താത്ത സ്ഥലമല്ല. ഒക്കെ ഒളിച്ചത്താക്കി കുട്ടികൾക്ക് കിട്ടാൻ പാകത്തിലാണ് ആക്കി വെച്ച് പോകും. രാവിലെ ഇപ്പൊ ആ മണ്ണ് കളിച്ചിട്ട് സോയിരല്ലേട്ടോ, കൊറേ ദിവസമായി ആ മണ്ണിൽ തന്നെ കളിക്കുക. കുഞ്ഞാറ്റ ഉറങ്ങിയിട്ടില്ലേട്ടോ, ചൊറിഞ്ഞിട്ടും മാന്തിയിട്ടും. അവൾക്കാണെങ്കിൽ എന്നെ പോലെ തന്നെ സ്കിന്ന് ഭയങ്കര അലർജി ആട്ടോ. കുട്ടി ഇന്നലെ ചൊറിഞ്ഞിട്ട് നിറച്ചുണ്ടല്ല കാലിക്കൂടെ. എന്നിട്ടിപ്പൊ രാവിലെ അനിയത്തി അതൊക്കെ കുഞ്ഞിനെ അതെല്ലാം ആടി ഒതുക്കി വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പൊ മണ്ണ് മാറ്റാൻ പോയിട്ടില്ല. അതിന് ശേഷം എന്താ ചെയ്യ, വികൃതികളാണ് വികൃതികള്. കൂടിയിട്ട് കൊടുക്കട്ടെ. ഒന്നും കൊട്ടി വെച്ചിട്ട് തന്നെ അല്ല കേട്ടോ, സമയം കിട്ടിയിട്ടില്ല.
പറഞ്ഞിട്ട് കുഞ്ഞാറ്റ കമോൺ കമോൺ വാന്ന് പറഞ്ഞു. നീ എന്താ കാര്യം പറ. കമോൺ കമോൺ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഇതിന് തീ ഇട്ടേ. അങ്ങനെ മോര് കൂട്ടാനായി, ഉപ്പേരി അടുപ്പത്ത്, മീൻ ഇതാ പകുതി പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇത് അടുപ്പത്ത് കയറിയിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞു, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. മക്കളുള്ളതുകൊണ്ടേ ഒന്നും ഒരുങ്ങിയില്ല. ഞാൻ ഇവിടെ ഫോണ് വെക്കട്ടെ കേട്ടോ. അനിയത്തി ഇതൊക്കെ എല്ലാ മസാലയൊക്കെ പുരട്ടിയിട്ട് അവള് മീനിന്റെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഇവിടെ വെച്ച് തന്നിട്ട് പോയിട്ടോ. അതുകൊണ്ടേക്ക് പണിയൊക്കെ എളുപ്പമായി. ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം. അവിടെ വികൃതി അടിക്കണി കേൾക്കാണ്ട്. ഇപ്പൊ എന്താണാവോ എന്താ അവസ്ഥ. കുട്ടികൾ ആ വെയിലത്ത് കൂടെ ഇറങ്ങി പോട്ടെ. അനിയത്തി അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേനും കേട്ടോ ഞാൻ കുഞ്ഞാറ്റേനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ടോ. പേനയുടെ മഷിയും കൊണ്ട് അങ്ങനെ കുത്തി വരച്ചിരിക്കുന്നു രണ്ടുപേരും കൂടി കേട്ടോ. ഇതിനിടയിൽ പിന്നെ രാജേഷേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടന് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ ഏട്ടൻ പോയി കേട്ടോ. ഏട്ടന് പെട്ടെന്ന് ഓട്ടം വിളിച്ചിട്ടാരോ, അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് പോയി കേട്ടോ. പിന്നെ മക്കൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു രണ്ടാൾക്കും. അനിയത്തി ഏട്ട കഞ്ഞിയൊക്കെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കൊടുത്തത് രണ്ടുപേരും കൂടി അത് റെസ്റ്റ് എടുക്കണം. പിന്നെ മീൻ കണ്ട പിന്നെ വീടില്ല കേട്ടോ കുഞ്ഞാറ്റ. ഭയങ്കര മീൻ പൂച്ചയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോഴും കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ കഴിക്കുമ്പോഴും വേണം പറഞ്ഞിട്ട് കുറേയൊക്കെ വാശി പിടിച്ച് വന്ന് ഞാൻ എടുത്തതൊക്കെ കഷ്ണങ്ങളൊക്കെ അതാ കൊണ്ടുപോയി കഴിച്ചിട്ട് ഇതാ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. സോറി, അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് അതാ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് അമ്മയുടെ അടുത്തുണ്ട്. അമ്മ ഇതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഉച്ചവരെ ഉള്ളത്. ഇനിയിപ്പോൾ ഇവരെ കുളിപ്പിക്കണം. ഇനി വൈകിട്ടത്തേക്കേ ഉള്ളൂ കേട്ടോ. ഈ മണ്ണിക്കൂടെയും ചളിക്കടയൊക്കെ തന്നെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ പുതിയ ഓപ്ഷനായ ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു എന്താ പറയുക സ്നേഹം നമുക്ക് ഒരു മെസ്സേജ് ആയിട്ടെങ്കിലും ഹാർട്ടായിട്ടെങ്കിലും അയക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവരുടെയും. പിന്നെ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെന്തും കാണുന്ന മെസ്സേജുകൾ കാണാതിരിക്കുമ്പോൾ ഒരു വിഷമം അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, അതേപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എനിക്കും അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടൊക്കെ കേട്ടോ നമ്മളങ്ങനെ മെസ്സേജ് ഇടണമെന്നൊക്കെ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അപ്പോൾ എത്രയേ ഉള്ളൂ. ഇതാ കുഞ്ഞാറ്റ വീണ്ടും ഇതാ മീൻ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഞാനും തന്നെ ഭക്ഷണമൊക്കെ കഴിക്കും. എല്ലാ പണി ഒരുങ്ങി. ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിവെള്ളമൊക്കെ റൂമിൽ തൂത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനതെല്ലാം ഏട്ടന് ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാനതെല്ലാം പോയി തുടച്ചെടുത്തു കേട്ടോ. ഞാൻ വാതിലൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ വെള്ളത്തിൽ കൂടെ എങ്ങനെ കുട്ടികൾ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം വഴിക്ക് വീണിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ആ റൂം പണി തിരക്ക് ആയതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പോയി തുടയ്ക്കാൻ പറ്റിയില്ല. അനിയത്തി അലക്കാനൊക്കെ പോയല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ.